വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കപ്പ് മലയാള സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഡയറക്ടർ സഞ്ജു സാമുവൽ, റൈറ്റർ ഡെൻസൺ ഡെറോം, പ്രൊഡ്യൂസർ ആൽവിൻ ആൻ്റണി, പിന്നെ എഡിറ്റർ റെക്സൺ ജോസഫ്, സിനിമാറ്റോഗ്രാഫി നിഖിലേഷ് പ്രവീൺ. ഇനി അടുത്തത് അഭിനയിച്ചവർ മാത്യു തോമസ്, കാർത്തിക് വിഷ്ണു, ബേസിൽ ജോസഫ്, ചെമ്പിൽ അശോകൻ, ഗുരു സോമസുന്ദരം, നമിത പ്രമോദ്, റിയ ഷിബു, അനിക സുരേന്ദ്രൻ, പിന്നെ മറ്റു താരങ്ങളും. ഇനി ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സിനിമയിൽ ആദ്യം തന്നെ ഞാൻ പോസിറ്റീവ് വശങ്ങൾ പറയാം. പക്ഷേ ഇതിൽ നെഗറ്റീവ് വശങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് പറയാം. ആദ്യം പോസിറ്റീവ് വശങ്ങളിലേക്ക് കടക്കാം. ഈ സിനിമയുടെ പേര് കപ്പ് എന്നാണല്ലോ. അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന വിഷയമെന്ന് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് തന്നെയാണ് ഒരു കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ശ്രമം. പിന്നെ കപ്പ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷയം മാത്രമല്ല ഈ സിനിമയിലുള്ളത് കേട്ടോ. വേറൊരു പ്രധാന വിഷയം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മാതൃകാപരമായ കുടുംബം, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി കൂടിയാണിത് കേട്ടോ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരു സാധാരണ കുടുംബം, സാമ്പത്തികമായൊക്കെ കുറഞ്ഞ സാധാരണ കുടുംബം, ആ കുടുംബത്തിലെ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ, ഇവർ തമ്മിലുള്ള സ്നേഹം, ഉത്തരവാദിത്വം, അതുപോലെ ഇവർ ചെയ്യുന്ന ഓരോ കോമഡികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് കുടുംബത്തിൽ, മാതൃകാ കുടുംബം എന്ന് പറയാൻ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഗുരു സോമസുന്ദരത്തിൻ്റെ ആ അച്ഛൻ ക്യാരക്ടറാണ്. അത് അങ്ങേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുടുംബം മാത്രമല്ല, ഇതിലെ ഹീറോ ആയ മാത്യു തോമസ്, നിതിൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബം, ആ കുടുംബത്തിലെ പ്രധാന ആളാരാന്ന് വെച്ചാൽ ബേസിൽ ജോസഫാണ്. അതിൽ ചേട്ടൻ കഥാപാത്രമാണ് അതിൻ്റെ കുടുംബനാഥൻ. അപ്പോൾ ഈ ചേട്ടൻ, അതായത് ഈ സഹനടൻ്റെ ചേട്ടൻ, അവന് ആ കുടുംബത്തിലുള്ള ഉത്തരവാദിത്വം, അവൻ്റെ ജോലിയിലുള്ള ഉത്തരവാദിത്വം, അതേപോലെ തൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ, അതാണല്ലോ ഇതിൻ്റെ ഹീറോ, അവനോടുള്ള സ്നേഹം, അതൊക്കെ ഈ സിനിമയിൽ നന്നായി കൊണ്ടുവന്നിട്ടുണ്ട്. കുടുംബപരമായുള്ള കാര്യങ്ങളൊക്കെ നന്നായി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാർ, ഇപ്പോൾ ചെറിയ ചെക്കന്മാരാണെങ്കിലും നമ്മുടെ നാട്ടും പുറത്തൊക്കെ എങ്ങനെ അവർക്ക് വലിയ ആളുകൾ കൂട്ടുകാരായിട്ടുണ്ടാവും അല്ലേ, അവരെക്കാളും പ്രായത്തിൽ കവിഞ്ഞ കൂട്ടുകാർ, അവരിവരോടുള്ള സ്നേഹം, ഇവരുമായിട്ടുള്ള കോമഡി, അതൊക്കെ അതും ഈ സിനിമയിൽ നന്നായി കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടും പുറത്തെ കുടുംബവും ആ നാട്ടുകാർ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ, സ്നേഹവും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് ഈ ഹീറോയുടെ പ്രണയം. ആ പ്രണയവും കുഴപ്പമില്ലാതെ ഇത് കുട്ടികളാണ് ഇതിലെ ഹീറോ കേട്ടോ. ഇപ്പോൾ മാത്യു തോമസ് ഒരു കുട്ടിയാണ്, സഹനടൻ ഒരു കുട്ടിയാണ്, അവരൊക്കെ യുവാവായി, എന്നാൽ അവരെ കാണുമ്പോൾ കുട്ടികളാണ്. അതേപോലെ ആ കുട്ടികൾക്ക് അവന് പറ്റിയ ഹീറോയിനായിട്ട് റിയ ഷിബു വന്നിട്ടുണ്ട്. റിയ ഷിബുവിൻ്റെ എല്ലാ എക്സ്പ്രഷൻസും നന്നായിട്ടുണ്ട്. അതായത് ഓരോ ഭാവങ്ങൾ കാണിക്കേണ്ടതും കൃത്യമായിട്ട്, ഒരു പ്രണയിക്കുന്ന ഒരു കുട്ടിയായിട്ട്, അതേപോലെ ഒരാളുടെ വളർച്ചയിലുള്ള തൻ്റെ പങ്ക്, അതുപോലെ വീട്ടിലുള്ള അവസ്ഥ, അതൊക്കെ ആ കുട്ടി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ കളിയുടെ കോച്ചായ നമിത പ്രമോദ്, അവർ ഒരു നല്ല കോച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ അതേപോലെ ഈ സിനിമയുടെ പ്രധാന വിഷയമായിട്ട് ആ കളിയിൽ ഇവർക്കുള്ള കപ്പ് എടുക്കണം എന്നുള്ള ആദ്യം തന്നെ, തുടക്കം തന്നെ അത് പറഞ്ഞു തുടങ്ങിയിട്ട്, പിന്നെ അതിൽ ഇവരുടെ ശ്രമങ്ങൾ, അതിൽ ഇവർക്ക് വരുന്ന ശത്രുക്കൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുന്നത്, പിന്നെ അവസാനം എന്തായി, അതൊക്കെ ഓക്കെ, അതും നന്നായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് വിഷയങ്ങൾ. ആദ്യത്തെ നെഗറ്റീവ് വിഷയം തന്നെ ഇതിലെ ഹീറോ ആയ മാത്യു തോമസിനെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ കുട്ടികളാണ്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ അവരിത് ഈ വീഡിയോ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഫീലിംഗ് വരുമോ, അങ്ങനെയൊക്കെ ചിന്ത വരുന്നുണ്ടെങ്കിലും നമ്മൾ ആ റിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയണമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. അവരിത് പോസിറ്റീവായി എടുത്ത് മുന്നേറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്യു തോമസിൻ്റെ ക്യാരക്ടറിന് ഈ സിനിമയിൽ ഒരു ഉശിര് പോരാ.
ഉശിരില്ലാത്ത പോലെയാണ്. മാത്യു തോമസ് പൊതുവേ എല്ലാ സിനിമകളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഉശിര് കുറഞ്ഞ ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കാറ്. അത് തന്നെയാണ് ഇവിടെയും പറ്റിയിരിക്കുന്നത്. അതായത് ഒരു സീരിയസ്നെസ് ഇല്ലാതെ എപ്പോഴും ഒരു നിഷ്കളങ്കമായ ചിരി, അതായത് ഒരു സാധാരണ പയ്യനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. ആ സാധാരണ പയ്യൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ, പക്ഷെ ഒരു സിനിമാറ്റിക് ലെവലിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം വളരെയധികം ഈ സിനിമയിലുണ്ട്. കാരണം ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് ആരെയാണ്? ഇതിൽ ഹീറോയിനെയാണ്. അപ്പോൾ ഹീറോ ഇങ്ങനെയാകുമ്പോൾ അതൊരു ഉറങ്ങിയ പോലെ ആവില്ലേ? ആളെപ്പോഴും പേടിച്ചുകൊണ്ട്, പിന്നെ സംസാരമൊക്കെ വളരെ ശാന്ത, അങ്ങനെയൊക്കെ. പക്ഷെ ചില ഓരോ ഘട്ടം വരുമ്പോൾ അതിൻ്റെ ഒരു തണ്ട് കാണിക്കണമല്ലോ. ആകെ തണ്ട് കാണിക്കുന്നത് ഒരു കാർ ഡ്രൈവറോട് അയാളോട് കാണിക്കുന്ന പെരുമാറ്റം, അതിലൊരു തണ്ട് കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ എപ്പോഴും പോലെ തന്നെ, എല്ലാ സിനിമകളിലും പോലെ തന്നെയാണ്. ഒരു പക്ഷേ ആ റോൾ അവന് ഡയറക്ടർ അത്ര മതി എന്ന് ചിന്തിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും മറ്റ് സിനിമകളിൽ ഇങ്ങനെ തന്നെയാണ് മാത്യു തോമസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് പോരാ, ഇനി മുന്നേറാനുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. തമിഴിലെ സൂര്യ, അങ്ങേരുടെ ആദ്യത്തെ സിനിമകൾ നമ്മൾ കണ്ട 5 പൈസയ്ക്ക് ഇല്ലായിരുന്നു. ഇദ്ദേഹമൊക്കെ എങ്ങനെ അഭിനയിക്കാൻ പോകുന്നു എന്ന് രജനികാന്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള നടന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ നടനാണ് തമിഴിലെ ഏറ്റവും എല്ലാ വേഷങ്ങളും ചെയ്യുന്ന, അതായത് ദശാവതാരം അടക്കം ചെയ്ത ആ കംപ്ലീറ്റ് നടനായ കമലഹാസൻ പറഞ്ഞത് എനിക്ക് ശേഷം ഇവനാണെന്ന് ചൂണ്ടിക്കാണിച്ച നടൻ സൂര്യയാണ്. അതേപോലെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആസിഫ് അലിയുടെ ആദ്യത്തെ സിനിമകളൊക്കെ എപ്പോഴും ഒരേപോലെയായിരുന്നു. ഇപ്പോൾ ആൾ ഏത് അഭിനയിച്ചാലും നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രയത്നിച്ച് മാറ്റാം എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ മാത്യു തോമസിന് പകരം ഇതിലെ സഹനടനായിട്ട് വന്ന കാർത്തിക് വിഷ്ണുവിൻ്റെ ഈ സിനിമയിൽ തൂഫൽ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ബിനീഷ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, യഥാർത്ഥ പേര് കാർത്തിക് വിഷ്ണു. അപ്പോൾ ഈ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കുട്ടിയെ ഹീറോ ആക്കി ഇട്ടിരുന്നെങ്കിൽ ആ എനർജി അവിടെ വരുമായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ സീനിലും തോന്നി. കാരണം ഈ കുട്ടിയെ ഒപ്പം തന്നെ ഉണ്ട് എല്ലാ സീനുകളിലും. സത്യം പറഞ്ഞാൽ നല്ലൊരു നടനാണ് കാർത്തിക് വിഷ്ണു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം പുള്ളിക്ക് സഹനടൻ എന്ന നിലയ്ക്ക് ഒരു കോമഡി കൊടുത്തിരിക്കുന്നു. ആ കോമഡി നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരനോടുള്ള സ്നേഹം, വീട്ടിലുള്ള ആ കാര്യങ്ങൾ എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തൻ്റെ ഇടം അത് ഇവൻ കാണിക്കുന്നില്ല, മാത്യു തോമസിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നില്ല, പക്ഷേ തൂവൽ കാണിക്കുന്നുണ്ട്. തൻ്റെ ഇടമൊക്കെ കൂട്ടുകാരന് വേണ്ടിയുള്ള പ്രവൃത്തികൾ, പിന്നെ അവൻ തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ മുഖഭാവം, പിന്നെ ആ തെറ്റിൽ നിന്ന് മാറിയിട്ട് അവന് ആ കുറ്റബോധം വരുന്നു, കുറ്റബോധം കാണിക്കുമ്പോൾ ആ മുഖഭാവം, പിന്നെ അവന് ഉത്തരവാദിത്തം വന്നതിന് ശേഷം അവൻ ജോലിക്ക് പോകുന്നത്, എല്ലാം ആ പയ്യൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർത്തിക് വിഷ്ണുവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നന്നായിട്ട് നല്ല നല്ല വേഷങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അടുത്ത ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിലെ ഒരു ക്യാരക്ടർ ഒരു മോഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സത്യത്തിൽ ആ ക്യാരക്ടർ ഈ സിനിമയിൽ അങ്ങനെയേ അല്ല. അവൻ ഒരിക്കലും മോഷ്ടിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടല്ല ഈ സിനിമയിലുള്ളത്. ഇനി അങ്ങനെ അവൻ മോഷ്ടിക്കണമെങ്കിൽ എന്തുകൊണ്ട് മോഷ്ടിക്കണം? അവൻ ക്യാഷ് എല്ലാവരോടും ചോദിക്കണം. ആദ്യം തെണ്ടി നടന്ന് ചോദിക്കണം, എനിക്ക് അച്ഛനോട്, മറ്റുള്ളവരോട്, എല്ലാവരോടും ചോദിക്കണം. അപ്പോൾ അവന് കാശ് കിട്ടാതെ, പക്ഷേ അതേസമയം ആ കാശിന് അവന് വളരെയധികം ആവശ്യം ഈ സിനിമയിലുണ്ട്. അപ്പോൾ ആ പോയിൻ്റ് കൊണ്ട് തന്നെ ഒരു നിർഭാഗ്യവശാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ മോഷ്ടിച്ചു എന്ന് പറയാം. ഇതൊന്നും അവൻ ചെയ്യുന്നില്ല, നേരെ പൈസ കണ്ടത് മോഷ്ടിക്കുകയാണ്. അതൊരു ലോജിക്ക് ഇല്ലല്ലോ. അവൻ ആദ്യം മറ്റുള്ളവരോട് ചോദിക്കണ്ടേ? അതൊന്നും ഈ സിനിമയിൽ കാണിച്ചില്ല. അതൊരു മൈനസ് പോയിന്റ് ആയിപ്പോയി. പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയിലെ ഒരു ക്യാരക്ടർ ഒരു കാര്യത്തിന് വേണ്ടി പോവാണ്, ഒരു പ്രധാന കാര്യത്തിന് വേണ്ടി. പക്ഷേ അവൻ്റെ അടുത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛൻ അവനോട് കുറച്ച് വഴക്കായി. പക്ഷേ അവൻ പോകുന്ന കാര്യത്തിൻ്റെ ആ ഒരു തീവ്രത എന്താണ്, അതിൻ്റെ മഹത്വം എന്താണെന്ന് അച്ഛനറിയാം. പക്ഷേ അച്ഛന് വേണ്ടി ഇവൻ കാത്തിരുന്നതിന് ശേഷം അച്ഛൻ മുന്നിൽ വരുന്നുണ്ട്, മകനെ അച്ഛൻ മൈൻഡേ ചെയ്യുന്നില്ല. അതെന്തേ അങ്ങനെ ഒരു സീന് വെച്ചത്? ആ സീന് നിങ്ങൾക്ക് കട്ട് ചെയ്യാമായിരുന്നു. പകരം അച്ഛന് ഇവൻ കാത്തിരുന്നു, അച്ഛൻ എത്തിയില്ല, ആ സങ്കടത്തിൽ ഇവൻ പോയി. അതിനുശേഷം നോക്കുമ്പോൾ പിന്നെ അച്ഛനെ ഒരു സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ആകുമായിരുന്നു. ഇത് ഇടയിൽ കൂടെ അച്ഛൻ മുന്നിലേക്ക് വന്നിട്ട്, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഒരു അച്ഛൻ ഒരു മകനെ എന്തായാലും അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കില്ല. അവനെ അനുഗ്രഹിച്ച് വിഷ് ചെയ്തിട്ടേ പറഞ്ഞു വിടുകയുള്ളൂ.
അപ്പോൾ ആ സീന് വെക്കണ്ടായിരുന്നു, പകരം അച്ഛൻ എത്തിയില്ല എന്നിട്ട് ഇവൻ പോയി, അങ്ങനെ വെക്കാമായിരുന്നു. അതൊരു മൈനസ് പോയിന്റ് ആയിപ്പോയി. പിന്നെ അതേപോലെ മാത്യു തോമസിൻ്റെ ക്യാരക്ടർ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സിനിമയിൽ ആദ്യം മുതൽ ശ്രമം തുടങ്ങിയത്, അവന് എന്ത് പ്രശ്നം വന്നാലും അവൻ്റെ മനസ്സിൽ ആകെ വിജയം എന്നൊരു കാര്യം, ശ്രമം മാത്രമേ ഉള്ളൂ, താൻ വിജയിക്കണം എന്നൊരു കാര്യം മാത്രമേ അവസാനം വരെ മുറുകെ പിടിക്കുന്നുള്ളൂ. പക്ഷേ അവസാനമായപ്പോൾ ഇവൻ കളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവനാകെ ടെൻഷൻ, അതന്നെ ഒരു ഉശിരില്ലാത്ത തൻ്റെ ഇടമില്ലാതെ അങ്ങനെ പോയിട്ട് അവൻ പറയുകയാണ് കോച്ചിനോട്, എനിക്ക് പകരം വേറെ ആളെ കയറ്റുമോ എന്ന് പറയുകയാണ്. എവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കുമോ? ഇത്രയും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവൻ എന്തായാലും കളിക്കാൻ ഇറങ്ങും. കാരണം അവൻ്റെ ഉള്ളിൽ ആകെയുള്ള ഒരു ലക്ഷ്യം ഇത് തന്നെയുള്ളൂ, കളി, വിജയിക്കണം. പക്ഷെ അവൻ ഇറങ്ങിയതിന് ശേഷം അവന് പെട്ടെന്ന് ഈ ചിന്തകളൊക്കെ വന്നിട്ട് അവൻ ആ കളിക്കിടയിൽ അങ്ങനെ പോയിന്റ് കിട്ടാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗണായി ബാറ്ററി ഡൗൺ ആവുന്ന പോലെ ആയിട്ട് പിന്നെ കോച്ച് അവനോട് പറഞ്ഞിട്ട് പിന്നെ ഇവന് ഊർജം വന്നിട്ട് അവൻ കളിച്ച് മുന്നേറുകയാണെങ്കിൽ അതിലൊരു ലോജിക്ക് ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇവൻ നേരെ പോയിട്ട് എനിക്ക് വയ്യ, ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും? അപ്പോൾ അതൊരു മൈനസായിട്ട് തോന്നി. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറിൻ്റെ ആ ഉശിര് കുറവും അതേപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ വശങ്ങളും കൊണ്ട് ഇത് സിനിമ കണ്ടിരിക്കാം, കുഴപ്പമില്ല. അല്ലാതെ ഈ സിനിമ എല്ലാം കൊണ്ട് ഓക്കെ എന്ന് എനിക്ക് പറയാൻ വയ്യ. കാരണം നെഗറ്റീവ് വശങ്ങൾ ഞാൻ ഇതിൽ കണ്ടതുകൊണ്ട് എനിക്കിത് ഒരു ആവറേജ് മൂവിയായിട്ട് തോന്നി. അപ്പോൾ കപ്പ് സ്വല്പം തണുപ്പ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.